ഹൈമാവതി കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ ഇത് വേണ്ട, ഇത് സോയാബീൻ ഉണ്ടോ, സോയാബീൻ ചങ്ക്സ് കണ്ടേ, ഇത് വേണ്ട എന്താ, ഇത് സോയാബീൻ ചങ്ക്സ് ഇതായത് സോയാബീൻ എന്താ ഇത് ഇത് ഉണ്ടല്ലോ, ഇത് 200 രൂപയാണ്. ഇത് വേണ്ട, ഈ സോയാബീൻ എടുത്തിട്ട് പൊതിർത്തിട്ട് രാവിലെ ഇന്ന് പകുതി ഇട്ട് പൊതിർത്ത് 200 പാക്കറ്റായിരുന്നു, പകുതി ഇട്ട് പൊതിർത്തിട്ട് ഞാൻ അരച്ചിട്ട് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്തിനാ വെച്ചാൽ ചാണകം നല്ലൊരു സ്ലെറിയായത്, നല്ലൊരു അടിപൊളി വളമായത് സോയാബീൻ. ഇത് അതിന് നല്ലോണം കായ് ഉണ്ടാകാനും നല്ല ചെടി നന്നാവാനും വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇത് എന്ന് വെച്ചാൽ നമ്മൾ പച്ചച്ചാണകത്തിൻ്റെ ഗുണമാണ് ഇത് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞത്. വേണ്ട, ഇത് ഞാൻ അരച്ചിട്ട് എടുത്തിട്ട് കേട്ടോ, അരച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കഞ്ഞിവെള്ളമാണ്. ഇത് കുറച്ച് കഞ്ഞിവെള്ളം, കഞ്ഞിവെള്ളം. ഇതിൻ്റെ അകത്ത് ഇത് കൂടി ഒഴിക്കട്ടെ. ഇതാണ് സോയാബീൻ. ഇതും കൂടി ഒഴിച്ചിട്ട് നല്ല നല്ല വാസനയുണ്ട്, നല്ല വാസനയാണിത്. ഇത് നല്ലൊരു വളമാണ്. നല്ലൊരു വളം നമ്മൾ പുണ്ണാക്ക് കൊടുക്കുമ്പോൾ നല്ല ഉള്ള ഒരു വളമാണ്. നമ്മൾ പുണ്ണാക്ക്, കടലപ്പുണ്ണാക്കിൻ്റെയും ചാണകത്തിൻ്റെ എല്ലാം ഗുണം പോലെ തന്നെ ഇതിനെക്കൊണ്ട് അതിൻ്റെ ഗുണം കിട്ടുന്നൊരു വളമായി. ഇത് ഇത്ര പോരാ, ഒരു 100 ഗ്രാം പിന്നെ സോയാബീനുണ്ട്. ഇത് അത്രയും എനിക്ക് ഒഴിക്കാനുണ്ട്, അതുകൊണ്ടാണ് ഇത്ര പോരാ. വെണ്ണീർ ആ 100 ഗ്രാമിന് ഒരു 500 വരെ പിന്നെ ചാരമുണ്ട്. ഇതാ 2 പൊടിയല്ല, ഒന്ന് നമുക്ക് ചാരം കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. ഇതാ 3 പൊടി ചാരമുണ്ട്. ഇത് നമുക്ക് എത്ര വേണ്ട അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി. എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ എടുത്തോളാം. അതേപോലെ തന്നെ ഇതിനകത്ത് പിന്നെ ഒരു 2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇടുക. 2 സ്പൂണ് ഇതാ 2 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇത് നല്ലൊരു അടിപൊളി വളമാണ്. ഇത് പച്ചക്കറിക്ക് എന്താ പറയുക, കായ് വണ്ണം വെക്കാനും കായ് ഉണ്ടാവാനും എല്ലാവർക്കും നല്ല ചെടി വളർന്ന് വരാനും വേണ്ടിയിട്ടുള്ളൊരു വളമാണ് ഇതെന്താ ഇനി ചെയ്യേണ്ടത് വെച്ചാൽ ഇത് കലക്കുക, പച്ചവെള്ളത്തിൽ കലക്കണം. അവിടെ വെള്ളം ഞാൻ ആടെ എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് അങ്ങോട്ട് ഇത് എടുത്ത് കൊണ്ടുപോകാൻ കഴിയും, അതുകൊണ്ട് അടുത്തോട്ട് വെള്ളം പിടിച്ച് വെച്ചിട്ടുണ്ട്. ആടെ നിന്ന് വയ്ക്കുക ഇത് കേട്ടോ. നമുക്ക് ഇപ്പോൾ തൽക്കാലം എന്നാൽ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ ഇതിപ്പോൾ ഞാൻ അലക്കിക്കൊള്ളുന്ന സോയാബീൻ്റെ ആ വളമാണ്. ഇത് ഇനിയിപ്പോൾ കൊടുക്കാൻ പോകുന്നത് സോയാബീനും മഞ്ഞൾപ്പൊടി, പിന്നെ സോയാബീൻ ചാണകത്തിന് തുല്യമാണ് മഞ്ഞൾപ്പൊടി, ചാരം, കഞ്ഞിവെള്ളം. ഇത് ഞാനെങ്കിൽ കുഴച്ച് ഒഴിച്ച് കൊടുക്കട്ടെ. ഇത് നല്ലൊരു വളമാണ്. ഇത് നിങ്ങൾ ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് നല്ലൊരു ഇതായിട്ട് വരും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇത് ഒഴിച്ചിട്ട് 2 ദിവസം കഴിയുമ്പോൾ തന്നെ ഞാൻ കാണിച്ചു തരാം. ഇത് കാണില്ലേ, എന്താ ഉണ്ടല്ലേ. ഇതിങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ 2 ദിവസം കഴിയുമ്പോൾ തന്നെ പച്ചക്കറീൻ്റെ ഗുണവും മാറ്റവും നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഒഴിക്കട്ടെ. ഇപ്പോൾ ഇത് ഇത്തിരിയല്ലേ നന്നായിട്ട് പൂക്കാൻ തുടങ്ങി. ഇനി ഇത് വേഗം പിന്നെ കായ്ക്കാൻ തുടങ്ങും. ഇപ്പോൾ കായ് ഇടും. കായ് ഇടേണ്ടതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് കൊടുക്കുന്നത്. അപ്പോൾ പൂ വരാനും കായ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ സോയാബീൻ കൊടുക്കുന്നത്. ഇത്ര നല്ലൊരു വളമാണ്. ഇതെല്ലാം ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ട് കിട്ടുന്നതാണ്. ഇപ്പോൾ ആ പാവക്കേൻ്റെ തന്നെ കണ്ടു നോക്ക്, എത്ര കാലമായി തരാം. അതിൻ്റെ അതിപ്പം ഉണ്ടാവുന്ന നോക്കണം. സാധാരണ അങ്ങനെ ഉണ്ടാവില്ല, അതെല്ലാം വേഗം പോകേണ്ടതാണ്. അതിന് നല്ലോണം ആ 1 മിനിറ്റേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ നല്ലോണം അതിന് പണിയെടുക്കും. അതുകൊണ്ട് ഇഷ്ടം പോലെ ഉണ്ട്. അതിന് പണിയെടുക്കാൻ പറ്റാത്തത് അങ്ങനെ തന്നെ കാണാനുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ. ഇനിയിപ്പോൾ ഞാനിപ്പോൾ നോക്കട്ടെ, എല്ലാവർക്കും ഒഴിച്ചിട്ടാ. ഇപ്പോൾ നിങ്ങളെല്ലാവരും പരീക്ഷിച്ച് നോക്കുക. ഇതിപ്പോൾ എന്താ വെച്ചാൽ എല്ലാവർക്കും പരീക്ഷിക്കാൻ പറ്റുന്ന തരത്തിലൊരു സോയാ ചങ്ക്സ് എന്ന് പറഞ്ഞാൽ പൊടിയിൽ പോയാൽ നമുക്കത് വാങ്ങാൻ കിട്ടും. ഇത് വാങ്ങാൻ കിട്ടിക്കഴിഞ്ഞാൽ അത് കൊണ്ടുവന്ന് മഞ്ഞൾപ്പൊടി നമ്മുടെ വീട്ടിലുണ്ടാവും, പിന്നെ ചാരവും നമ്മുടെ വീട്ടിലുണ്ടാവും. ഇല്ലെങ്കിൽ ചപ്പ് വാരി കച്ചാലും ചാരവും ഉണ്ടാവും. അങ്ങനെ നിങ്ങളത് ചാരം ഉണ്ടാക്കുക. ഇതിന് കുറച്ച് കഞ്ഞിവെള്ളം, നമ്മൾ വീട്ടിലുള്ള കഞ്ഞിവെള്ളം കൂടി എടുക്കുക.
കഞ്ഞിവെള്ളം എടുത്ത് എല്ലാം കൂടി ഒഴിച്ച് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ കായ് വിരിയുന്നതിന് നല്ല വണ്ണത്തോടെയും നല്ല കായായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ നമ്മളിപ്പോൾ കൊടുക്കുന്നത്. നല്ലോണം കായ് പിടുത്തത്തിന് ഇതിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് നിങ്ങളിതെല്ലാവരും പരീക്ഷിച്ച് നോക്കണം. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ നമ്മൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടാണ് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും എൻ്റെ വീഡിയോ കൃത്യമായി കാണാം. നിങ്ങളെല്ലാവരും എൻ്റെ ഹൃദയം നിറഞ്ഞ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഞാൻ പിന്നെ നാളെ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഒക്കെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.